നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ട്രെയിനീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, സാലറി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ കയറി റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 10ാം ക്ലാസ് മാത്രം യോഗ്യത വെച്ചിട്ടുള്ള ജസ്റ്റ് GDS, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ കയറുക, നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ ചാനലിൽ കയറുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കാണുക, ഹോമിലായിരിക്കും കിടക്കുക. അപ്പോൾ ഹോമിൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള കാര്യങ്ങളാണ് ഇവിടെ കിടക്കുക. പക്ഷേ നമുക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്നത് ആ വീഡിയോസ് ഉള്ളൊരു ഭാഗം ഉണ്ടോ, നിങ്ങൾക്ക് ആ വീഡിയോസ് ഉള്ളത് സെലക്ട് ചെയ്യാം. ആ വീഡിയോസ് ഉള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്തത് BITM ആണ്. അതിന് മുന്നേ ചെയ്തത് THDC, അതിന് മുന്നേ ചെയ്ത് GDS ഓൺലൈൻ ഫോം ഫില്ലിംഗ്, അതിന് മുന്നേ ചെയ്ത് GDSൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ഇനി അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്, ഇവിടെയൊക്കെ നിങ്ങൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പലരും ചോദിച്ചുകൊണ്ടാട്ടോ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്തിട്ടില്ലെന്ന്. GDSൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 ദിവസം മുൻപ് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സിമ്പിളൊക്കെ ഇവിടെ കാണാം, ഗവൺമെൻറ് ഓഫ് കേരള നാട്ടിലൂടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമ്മുടെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണ്, CMD ആണ് കേട്ടോ. ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ. അപ്പോൾ 12/2/2025 ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാണാം, CMD ഓൺ ബിഹാഫ് ഓഫ് നിങ്ങളുടെ കാണാം KSDPL ഇൻവൈറ്റ് അപ്ലിക്കേഷൻസ് ഫ്രോം ക്വാളിഫൈഡ് ആൻഡ് നിങ്ങളുടെ കാണാം കാൻഡിഡേറ്റ് ടു ബി പോസ്റ്റഡ് ആസ് ട്രെയിനീസ്. കണ്ടോ, ട്രെയിനീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. ഈ പറയുന്ന KSDPLൻ്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്കീമിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതിൽ ട്രെയിനീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത്. CMD പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് February 12 ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് February 21 ആണ്. അപ്പം നമുക്ക് കുറച്ച് സമയമുള്ളൂ. മാക്സിമം നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഇതിൽ വിളിച്ചിരിക്കുന്ന കാറ്റഗറി നമുക്ക് നോക്കാം, ഏതൊക്കെ സ്ട്രീമാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്, 2 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ M.Tech അല്ലെങ്കിൽ B.Tech ആണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് മതി, ഒന്നെങ്കിൽ M.Tech അല്ലെങ്കിൽ B.Tech. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ M.Tech B.Tech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട്, കാരണം ഇത് ഒരിക്കലും പെർമനൻറ്റ് ജോലിയോ കാര്യങ്ങളൊന്നുമല്ല, ഇത് നിങ്ങൾക്കൊരു ട്രെയിനിങ് ആണ്. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങൾക്കൊരു അപ്രൻറ്റീഷിപ്പൊക്കെ പോലെ, അപ്രൻറ്റീഷിപ്പ് മാതിരിയല്ല, അപ്രൻറ്റീഷിപ്പ് പ്ലാറ്റ്ഫോം വഴിയല്ല ഇത് ലഭിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് വേറെ ട്രെയിനിങ് സ്കീമിലാണ്. ഈ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഫ്രഷർ ആയിരിക്കും. അപ്പോൾ ഫ്രഷറായ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും ഈ ഒരു ട്രെയിനിങ് സമയത്തുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 15,000 പെർ മന്താണ് ലഭിക്കുക. രണ്ടാമത്തെ വർഷം 17,000 പെർ മന്ത്, മൂന്നാമത്തെ വർഷം 20,000 പെർ മന്ത് എന്നുള്ള ലെവലായിരിക്കും സാലറി. അതായത് സാലറി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റൈപ്പൻഡ് ആണ്. നമുക്ക് ഒരു ട്രെയിനിങ്ങിൽ സ്കീമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 വർഷത്തേക്കാണ് ഇതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് കേട്ടോ. അതാണ് 3 വർഷത്തെ ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ M.Tech അല്ലെങ്കിൽ B.Tech ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ M.Tech അല്ലെങ്കിൽ B.Tech ഇൻസ്ട്രുമെൻറ്റേഷനിൽ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഇയറിൽ 15,000, ദെൻ സെക്കൻഡ് ഇയറിൽ 17,000, തേർഡ് ഇയറിൽ നിങ്ങൾക്ക് മന്ത്ലി 20,000 ലഭിക്കും. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 2 വേക്കൻസി ഉണ്ട്. M.Tech അല്ലെങ്കിൽ B.Tech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇയർ 15, പിന്നെ 17, 20 സെയിം തന്നെയാണ് വരുന്നത്. അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 4 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് M.Tech അല്ലെങ്കിൽ B.Tech നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇതിൽ 15, 17, 20 എന്നുള്ള ലെവലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിനടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് M.Tech അല്ലെങ്കിൽ B.Tech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലായിരിക്കും സാലറി. ഇനി അടുത്തത് MSc മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് 2 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾ MSc മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 15, 17, 20 എന്നുള്ള ലെവലാണ് വരുന്നത്. പിന്നെ M.Pharm അല്ലെങ്കിൽ B.Pharm ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ M.Pharm കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ B.Pharm കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ M.Pharm അല്ലെങ്കിൽ B.Pharm കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫാർമസി നിങ്ങൾ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ 15, 17 ഇങ്ങനെ 20 അങ്ങനെയാണ് മന്ത്ലി ലഭിക്കുക. പിന്നെ MBA ഫൈനാൻസിൽ സ്പെഷ്യലൈസേഷനോടുകൂടി MBA കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വേക്കൻസിയാണ്.
ഇതിൽ 15, 17, 20 തന്നെയാണ് അതിൻ്റെ സെയിം സാലറിയാണ്. ഇതിനടുത്ത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12, 14, അതായത് ആദ്യത്തെ വർഷം 12,000 പെർ മന്ത്, രണ്ടാമത്തെ വർഷം 14,000 പെർ മന്ത്, മൂന്നാമത്തെ വർഷം 16,000 പെർ മന്ത് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുക. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി ഉണ്ട്, സെയിം ആ ഒരു സ്റ്റൈപ്പൻഡാണ്. ദെൻ ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 1 വേക്കൻസി ഉണ്ട്, സെയിം സ്റ്റൈപ്പൻഡാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് പ്ലാസ്റ്റിക് ടെക്നോളജിയാണ്. പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വേക്കൻസി ഉണ്ട്, സെയിം സ്റ്റൈപ്പൻഡാണ് എമൗണ്ട് വരുന്നത്. ദെൻ AC മെക്കാനിക്കാണ് 2 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് IT ആണ് യോഗ്യത കേട്ടോ. ഓക്കെ, ഈ പറയുന്ന AC മെക്കാനിക്കൽ നിങ്ങൾ AC മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ 10,000, സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 11,000 പെർ മന്ത്, തേർഡ് ഇയറിൽ 12,000 പെർ മന്ത് ലഭിക്കും. ദെൻ ബോയിലർ ഓപ്പറേറ്ററിൽ നിങ്ങൾക്ക് IT, ബോയിലർ അറ്റൻഡൻറ്റിൽ നിങ്ങൾ IT കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 10,000 ആദ്യത്തെ വർഷത്തിൽ മന്ത്ലി 10,000, പിന്നെ 11,000, പിന്നെ 12,000. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈപ്പൻഡ് കിട്ടുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, 1/2/2025 കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിലേക്ക് മിനിമം 18 പൂർത്തിയാക്കുകയും 36 കഴിയാനും പാടില്ല കേട്ടോ. 36 വയസ്സ് കഴിയാനും പാടില്ല. എന്നാൽ SC/ST OBCക്കൊക്കെ എന്താണ് നിശ്ചിതമായ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് പറയുന്നത് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങളെ ആദ്യത്തെ 1 വർഷത്തെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നിങ്ങളെ രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷത്തേക്കൊക്കെ നിങ്ങളെ എന്ത് ചെയ്യുക, അവിടെ മീൻസ് ആ ട്രെയിനിങ് തുടരാൻ അനുവദിക്കുക. ആദ്യത്തെ വർഷം തന്നെ നിങ്ങൾ ഉഴപ്പാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പോസ്റ്റിംഗ് ഓഫ് ട്രെയിനീസ് ആണ്. നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് KSDPLൻ്റെ കളവൂർ ആലപ്പുഴയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നത് പ്രദേശത്തിന്. ഓക്കെ, ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്തത് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ IT ഇതിൽ ഏതിൻ്റെ ആണെങ്കിലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. നമുക്ക് അതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഈ സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾ ഫൈനൽ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ കൺസൾട്ടേറ്റ് മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ സെമസ്റ്ററിൻ്റെ ഏതെങ്കിലും മാർക്ക് ഷീറ്റോ അവിടെ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ കൊടുത്തതൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് സ്കാൻ ചെയ്തിട്ടോ എന്തെങ്കിലും ആഴ്ച എങ്ങനെ വെച്ചാൽ നിങ്ങളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്തതാക്കണം. ഇനി ഒറിജിനൽ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ സ്ഥാനത്ത് സ്കാൻ ചെയ്ത് വെക്കാം. അതല്ലാതെ നമ്മുടെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ മറ്റു മാർക്ക് ഷീറ്റൊക്കെ നമ്മൾ അവിടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റോ പറയുന്ന പ്രൊഫഷൻസി അസസ്മെൻറ്റ് അതുപോലെ ഇൻ്റർവ്യൂ ഇതിലേതും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. മെയിൽ വഴിയാണ് നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് തീരുമാനിക്കുന്നത്, അതായത് ഏത് മെത്തേഡാണ് തീരുമാനിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ CMD അല്ലെങ്കിൽ ഈ പറയുന്ന KSDPL ആയിരിക്കും അവർ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും. മേ ബി ചിലപ്പോൾ എക്സാം ഉണ്ടായിരിക്കാം, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനനുസരിച്ചായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലാൻഡ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം KSDPL റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഏറ്റവും താഴെ കൂടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ്. നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ലിങ്കിൽ കണക്ട് ആവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആക്കുന്നു. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുന്ന സമയത്തും കൂടെ കാണാം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് തന്നെയാണെന്ന് തോന്നുന്നത്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക, ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് വായിക്കാം. അതിനുശേഷം ഏറ്റവും താഴെയാണ് പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്നുള്ളതുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പേര്, ഓക്കെ, നിങ്ങളുടെ സ്ട്രീം ഇതിൽ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. AC മെക്കാനിക് ആണോ, ഇനി ഡിപ്ലോമ പ്ലാസ്റ്റിക് ടെക്നോളജി ആണോ, ഇനി നമ്മൾ കെമിക്കൽ എഞ്ചിനീയർ ഏതാ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ, അതിനുശേഷം മൊബൈൽ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ റിലീജിയൻ, അതായത് നിങ്ങളുടെ മതം, അതിനുശേഷം നിങ്ങളുടെ കാസ്റ്റ്. ഓക്കെ, കാസ്റ്റ് നിങ്ങളിവിടെ ജനറൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ജനറലിന് ഇട്ട് കൊടുക്കുക കേട്ടോ. UR ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ജനറലിന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഈ ബ്ലൂ കളർ കാണുന്നില്ലേ, അവിടെ ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ഈ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ജസ്റ്റ് ബ്ലൂ കളറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് ഇത് ഇവിടെ വരും കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ
ഈ പറയുന്ന അപ്ലോഡിങ് നടക്കുന്നുണ്ട്. അങ്ങനെ അപ്ലോഡ് ആയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ ഫയൽ നെയിമൊക്കെ ഇവിടെ കാണിക്കും. അപ്ലോഡ് ആയാൽ ആ ബ്ലൂ കളർ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇനി റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ കാറ്റഗറി ഏതാ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, കാസ്റ്റ്, സോറി ഞാൻ പറഞ്ഞത് മാറിപ്പോയി കേട്ടോ, നിങ്ങളോട് ജസ്റ്റ് ക്ഷമിക്കണം. ഇവിടെ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം എന്താണ് ഈ മുസ്ലിം എന്താ പറയുക, ഇസ്ലാം ആണെങ്കിൽ മുസ്ലിം മാപ്പിള എന്നൊക്കെ ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റേത് SC അങ്ങനെയുള്ള തീയ അങ്ങനെയൊക്കെ ഉള്ളത് അതാണ് കാസ്റ്റ് കേട്ടോ, അതിവിടെ ടൈപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കാറ്റഗറി ഇവിടെ ആയിട്ടുള്ളത്, സോറി കാറ്റഗറി SC OBC, ജനറൽ ആണെങ്കിൽ അതേഴ്സ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. സോറി ജനറൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്, കാരണം അത് കണ്ടിന്യൂസ് റെക്കോർഡ് ആയതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ്, എഡിറ്റിംഗ് ഇല്ല. അപ്പോൾ ഞാനിത് സ്ക്രീന് ഭയങ്കര ചെറുതാണ്, മീൻസ് നമ്മളിങ്ങോട്ട് മൊത്തമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല. ഓക്കെ, ഈ ഫോം അല്ലെങ്കിൽ സൂം ചെയ്യണമായിരുന്നു, കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സൂം ചെയ്തിട്ട് പറയാം, അതാകുമ്പോൾ കുറച്ചും കൂടെ കാണും സ്ക്രീനിൽ. ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്, ഇവിടെ കാണാം നിങ്ങൾക്ക് കാറ്റഗറി. നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ, ഇനി OBC ആണ് OBC, SC ചെയ്താൽ ഇനി ഇതിലും പെടാത്താണെങ്കിൽ അതേഴ്സിനുള്ള സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ജനറലാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ കൂടെ കൊടുക്കുക. അഡ്രസ് ലൈൻ നമ്പർ, നിങ്ങളുടെ വീട്ടു പേര്, നിങ്ങളുടെ സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ്, ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ ഇവിടെ നോക്കണം. നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയാണ് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ മാക്സിമം ക്വാളിഫിക്കേഷനിൽ ഡിഗ്രീൻ്റെതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. കോഴ്സ് കൊടുക്കുക, സ്പെഷ്യലൈസേഷൻ കൊടുക്കുക, യൂണിവേഴ്സിറ്റി കൊടുക്കുക, സ്ഥാപനം കൊടുക്കുക, മന്ത് ആൻഡ് ഇയർ ഓഫ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അത് കൊടുക്കുക, പെർസെൻറ്റേജ് കൊടുക്കുക. ദെൻ നിങ്ങൾ ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് ഏതാ ക്ലാസ് വിചാരിച്ചാൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലൂ കളറിൽ കാണുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്നുള്ള ഭാഗം കാണാം, ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചറും വരുന്നത്. ആ ഫോട്ടോ 6 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്തായിരിക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു സിഗ്നേച്ചർ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫയൽ പ്ലീസ് അപ്ലോഡ് ഫയൽ സ്മോളർ ദാൻ 50 KB കൂടാൻ പറ്റില്ല കേട്ടോ സിഗ്നേച്ചർ. അപ്പോൾ അതൊക്കെ നോക്കുക, ജസ്റ്റ് അങ്ങനെ. ഓക്കെ, ഇങ്ങോട്ടാണ് സിഗ്നേച്ചറോടെ കാണാം. ഈ ഡിക്ലറേഷൻ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രയാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.